മലപ്പുറത്ത് നിന്നും മഹിതമായി കേട്ടൊരു വാർത്ത. നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിന് വാതിൽ സംഭാവന ചെയ്ത് ഹൈന്ദവ സഹോദരൻ. വയോധികനും ഹോമിയോ ഡോക്ടറുമായ വെങ്കിട്ടരാമനാണ് മതസാഹോദര്യവും സ്നേഹവും ഉണർത്തിയ സൽക്കർമ്മം ചെയ്തത്. വാതിലിനുള്ള തുക പാണക്കാട് സാദിഖലി തങ്ങളെ നേരിട്ട് ഏൽപ്പിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഡോക്ടർ വെങ്കിട്ടരാമൻ. ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയമർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനത്തിന്റെ ദൂതുമായി എത്തിയ നാട്ടിൽ മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഡോക്ടർ വെങ്കിട്ടരാമൻ. നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിന് വാതിൽ സംഭാവന ചെയ്താണ് സാഹോദര്യം പങ്കിട്ടത്. പള്ളിയിലെ അംഗസ്നാനം ചെയ്യുന്ന ഭാഗത്ത് വ്രതമാസം ആരംഭത്തിന് മുന്നോടിയായി നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഈ ഭാഗത്ത് വാതിൽ വയ്ക്കുന്നതിനുള്ള തുക ഡോക്ടർ വെങ്കിട്ടരാമൻ സംഭാവന ചെയ്തു. പെരിന്തൽമണ്ണ CH സെന്ററിൽ നടന്ന ഈസാക്ക ചാരിറ്റി ടവറിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ ഡോക്ടർ വെങ്കിട്ടരാമൻ തുക ഏൽപ്പിച്ചു. പള്ളിയുടെ നവീകരണ പ്രവൃത്തികൾക്ക് ധനസമാഹരണം നടത്തുന്നുണ്ടെന്നറിഞ്ഞ ഡോക്ടർ വെങ്കിട്ടരാമൻ ഒരു വാതിലിനുള്ള തുക നൽകുകയായിരുന്നു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊന്നുമില്ലെന്നും മനുഷ്യരാണെന്ന സന്ദേശമാണ് നൽകാനുള്ളതെന്നും പാണക്കാട് തങ്ങളെ തുക നേരിട്ട് ഏൽപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ വെങ്കിട്ടരാമൻ പറഞ്ഞു. അദ്ദേഹം ആ മഹാനായ വ്യക്തി കാണിച്ചിട്ടുള്ള മഹത്തായ സന്ദേശമാണ് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചത്. ഒന്ന്. രണ്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മാനുപ്പ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നുണ്ട്, അതിന് ഡോക്ടർ സഹകരിക്കാൻ തയ്യാറാണോ എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉദാഹരണമായി ഇത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പള്ളിയായാലും അമ്പലമായാലും എന്തായാലും അത് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്നുള്ളതല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ്, സഹോദരിമാരാണ് എന്നുള്ള ആ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ ആവട്ടെ, അതിന് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. തങ്ങളെ നേരിട്ട് ഏൽപ്പിക്കാവും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. അങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിത്വത്തിൻ്റെ കയ്യിൽ ഇത് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ കൃതാർത്ഥതയാണ് ഉണ്ടായത്. പെരിന്തൽമണ്ണ സംഗീത റോഡ് സ്വദേശിയാണ് ഡോക്ടർ വെങ്കിട്ടരാമൻ. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പിയോടുള്ള സൗഹൃദമാണ് പള്ളിയിലേക്ക് ഡോക്ടർ വെങ്കിട്ടരാമന്റെ ഈ സ്നേഹ സംഭാവന എത്തിച്ചത്. നമസ്കാരം പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ വെങ്കിട്ടരാമൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഉണ്ടായതെന്ന് കുറ്റീരി മാനുപ്പ പറഞ്ഞു. ടൗൺ പള്ളിയിലെ അംഗശുദ്ധി വരുത്തുന്ന ഭാഗത്ത് ഇപ്പോൾ ഈ നോമ്പിൻ്റെ മുമ്പായി കുറേ മാറ്റങ്ങൾ വരുത്തുന്ന പുനരുദ്ധാരണം നടത്തുന്നിടയിൽ 3-4 വാതിൽ വേണം എന്ന് വന്നപ്പോൾ അഡീഷണൽ പെട്ടെന്ന് വന്നപ്പോൾ അതൊരു ബാധ്യത ഇല്ലാതാവുന്നതിന് വേണ്ടി കിട്ടാവുന്ന ആരെന്തെങ്കിലും വാങ്ങുക, ഒരു സ്പോൺസർഷിപ്പിലൂടെ വാങ്ങുന്നപ്പോൾ അപ്രതീക്ഷിതമായി ഡോക്ടറോട് എനിക്ക് സംസാരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടർ നല്ലൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിലേക്കല്ലേ എന്നപ്പോൾ ഞാനൊരു വാതിലിൻ്റെ തുക തരാമെന്നാണ്. അതാണ് മൂപ്പരെ ഏൽപ്പിച്ചത്. സൗഹാർദ്ദത്തിന് നല്ലൊരു കേളിയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മൂപ്പര് ഞാനൊക്കെ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയുടെ ആ ഭാഗത്ത് ഉള്ള എല്ലാ മതസ്ഥരായ ആൾക്കാരോടും ഈ സൗഹാർദ്ദങ്ങൾ എല്ലാ കാര്യത്തിലും നിറത്തില്ല, ഇതിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും. അത് പെരിന്തൽമണ്ണ നൽകുന്ന ഒരു പ്രത്യേക സന്ദേശമാണ് മലപ്പുറം. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന പള്ളിയാണ് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ്. പുണ്യമാസം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഡോക്ടർ വെങ്കിട്ടരാമന്റെ ഈ സൗഹാർദ്ദ സമ്മാനം. ജാതീയമായ വേർതിരിവും വർഗീയ വിദ്വേഷവും വർദ്ധിക്കുന്ന ഇക്കാലത്ത് ഹൈന്ദവ സഹോദരൻ നൽകുന്നത് മാതൃകാപരമായ സന്ദേശമാണെന്ന് ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. വളരെയധികം ഇസ്ലാമിക ലോകം റമദാൻ മാസത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണിത്. നമ്മുടെ ടൗൺ ജുമാ മസ്ജിദ് ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഒരു പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ആരാധനാ കേന്ദ്രമാണ്, പള്ളിയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് സമൂഹ നോമ്പുകൾ നിർവഹിക്കപ്പെടുന്ന, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ്. വർത്തമാനകാലത്ത് മനുഷ്യരൊക്കെ വളരെയധികം മതപരമായി, ജാതീയമായി വിവിധ ചേരികളിൽ നിന്നുകൊണ്ട് അസഹിഷ്ണുതയും വെറുപ്പും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. നമ്മുടെ പള്ളിയുടെ അംഗസ്നാനത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് അതിന് നവീകരണ പ്രവർത്തനം നടക്കുകയായിരുന്നു. അതിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് ഒരു വലിയ തുക സംഭാവന ചെയ്തുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ, ഇവിടെ ഹോമിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ വെങ്കിട്ടരാമൻ, ഒരു വലിയ തുക തന്ന് ഒരു വലിയ മാതൃക കാണിക്കുകയുണ്ടായി.
തികച്ചും സ്നേഹവും സന്തോഷവും പരസ്പര സഹകരണവും ഒക്കെ നിലനിൽക്കേണ്ട ഈ കാലത്ത് തീർച്ചും വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണത്. ഏറ്റവും നല്ല സംസ്ഥാനത്തിനും ദേശത്തിനുമൊക്കെ വലിയ മാതൃക കാണിക്കുന്ന ഒരു ഇടം കൂടിയാണ് മലപ്പുറം ജില്ല. ഇവിടെ നമ്മുടെ പള്ളിയുമായി സഹകരിച്ച് ഒരു സഹോദരൻ ചെയ്തത് ഏറ്റവും ശ്ലാഘനീയമായ, ഈ കാലത്ത് ഏറ്റവും വേണ്ട ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത്. എല്ലാവിധ ഭാവുകങ്ങളും സന്തോഷങ്ങളും അദ്ദേഹത്തെ നേരുകയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.